അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും മഹത്തായൊരു വചനമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫു അൽ ഹസനതു അശ്റു അംസാലിഹ ഇലാ 700 ളഅഫിൻ ഖാല അല്ലാഹു തആല ഇല്ല സ്സൗമ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വചനമാണ്. പക്ഷേ ഈ വചനത്തിൻ്റെ പ്രാധാന്യം, പവിത്രത, അതിൻ്റെ ഗൗരവം ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോഴേ നമ്മുടെ കർമ്മത്തിന്, നോമ്പിന് നമുക്ക് അതിൻ്റേതായ ഗൗരവം കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, അത് തുടങ്ങുന്നത് തന്നെ ആദമിൻ്റെ സന്തതികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നന്മകൾക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നു. യുളാഅഫുൽ ഹസനത്തു അശ്റു അംസാലിഹ ഇലാ 700 ളഅഫിൻ, 10 മുതൽ 700 വരെ. ഒരു നന്മ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 10 മുതൽ 700 ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഒന്നുകൂടിയും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല സൗമ. എന്നാൽ ഈ 10 മുതൽ 700 എന്ന വകുപ്പിൽ നോമ്പ് പെടുന്നില്ല. നോമ്പ് അതിൻ്റെയും മീതെയാണ്. ഇല്ല സൗമ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നോമ്പ് അതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ് നൽകുന്നത്. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഹദീസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സംസാരത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, പ്രതിഫലം വർദ്ധിക്കുന്നു എന്നതാണ്. മറ്റുള്ള കർമ്മങ്ങളെപ്പോലെയല്ല നോമ്പ് കൊണ്ട് ഒരു വർഷത്തിലെ ഈ റമദാൻ മാസത്തിലെ ഈ 30 നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് 10 മുതൽ 700 എന്ന സാധാരണ കർമ്മത്തിൻ്റെ പ്രതിഫലമല്ല. മറിച്ച് അതിന് എത്ര എണ്ണം എന്നത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. പ്രതിഫലത്തിൻ്റെ തോത് അത്രയും വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നു. ഇത് നമ്മൾ നോമ്പിനെ ഗൗരവത്തോടുകൂടി കാണാനുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിവാർഡ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം ഇതിലെ ഈ ഒരു പ്രതിഫലം എത്രയെന്ന് നിശ്ചയിക്കാത്ത അത്രയുമുണ്ട് എന്നത് നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറയാനുള്ള കാരണം എന്താണ്? നോമ്പ് എനിക്കുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, മറ്റുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിനുള്ളതല്ലേ. ആണ്. പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോമ്പിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. മറ്റുള്ള കർമ്മങ്ങളും അള്ളാഹുവിനുള്ളത് തന്നെയാണ്. പക്ഷേ നോമ്പിനൊരു സ്പെഷ്യലായിട്ട് നോമ്പിനെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഒന്ന്, നോമ്പൊരു രഹസ്യമായ ആരാധനയാണ് എന്നതാണ്. പണ്ഡിതന്മാർ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്നത്, ഒന്ന്, അതൊരു രഹസ്യമായ ആരാധനയാണ് എന്ന് പറഞ്ഞാൽ നിസ്കാരം, അതുപോലെ തന്നെ ഹജ്ജ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങളും കാര്യങ്ങളും കർമ്മങ്ങളുമൊക്കെ മറ്റുള്ളവർക്കത് അവൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നോക്കിക്കാണാൻ പറ്റും. പക്ഷെ നോമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നോമ്പിൻ്റെ കാര്യത്തിൽ അത് വേറൊരാൾക്ക് മുഖത്തേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നോക്കിയിട്ടോ കൃത്യമായിട്ട് നോമ്പുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് രഹസ്യമായി നിൽക്കുന്നൊരു കാര്യമാണ്. അതൊരു വിസിബിളായിട്ടുള്ള ഒന്നല്ല നോമ്പ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനും അവരും മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. നോമ്പ് അനുഷ്ഠിച്ച ഒരാൾക്കും അള്ളാഹുവിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ വിഷയത്തിൽ ഒരാളുടെ മുമ്പിൽ റിയാ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊരു സാധ്യത, ഒരു റിയാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രകടനപരതയ്ക്കുള്ള സാധ്യത
വളരെ കുറവാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, നോമ്പല്ലാത്ത സമയത്ത് ഇഷ്ടവിഭവങ്ങൾ പോലും നോമ്പാകുമ്പോൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അനുവദിക്കപ്പെട്ടതുപോലും നോമ്പിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ വെടിയുമ്പോൾ അതൊരു പ്രത്യേക ഗുണമുള്ളതും പ്രത്യേകതയുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളാവട്ടെ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് അയാൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ അത് വ അന അജ്സി ബിഹി ഫ ഇന്നഹൂലി എന്ന് പറഞ്ഞതിൻ്റെ പരിധിയിൽ വരാവുന്ന വ്യാഖ്യാനങ്ങളാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേക പ്രതിഫലം നോമ്പിനുണ്ട് എന്നതാണ്. മറ്റുള്ള കർമ്മങ്ങളെക്കാൾ അപ്പുറത്തേക്ക് പ്രത്യേകമായ വ അന അജ്സി ബിഹി എന്ന വാക്കുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളതിനും അള്ളാഹു തന്നെയാണ് പ്രതിഫലം നൽകുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകമായൊരു പ്രതിഫലം, അത് എത്ര എന്ന് കണക്കാക്കാൻ കഴിയില്ല, അത്രയും വിശാലമാണ്. അത് നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്ന കണക്കുകൾക്കപ്പുറത്തേക്കും വലുതാണ്. ആ സമ്മാനം അള്ളാഹു നേരിട്ട് അള്ളാഹുവിൻ്റെ സവിധത്തിലെത്തുന്ന സമയത്ത് പരലോകത്ത് നൽകും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുപോലെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഉള്ളറിഞ്ഞ് ഉൾപ്പുളകത്തോടുകൂടി അത് അനുഷ്ഠിക്കാനും അതിൻ്റെ പ്രതിഫലം കാംക്ഷിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന വചനമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ ഈ ഹദീസിനെ മനസ്സിലാക്കുമ്പോൾ ഇതിലുള്ള ഗുണപാഠങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഒന്ന്, സൽപ്രവർത്തികൾ ചെയ്യാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന ഒരംശം അല്ലെങ്കിൽ പ്രേരണക്ക് ഈ ഹദീസ് വിധേയമാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രേരണക്ക് ഈ ഹദീസ് കാരണമാവുന്നുണ്ട്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, നോമ്പ് ഒരു കേവലം പട്ടിണി കിടക്കാനുള്ളതല്ല എന്നും അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിശ്വസ്തതയാണ് നോമ്പ്. അതൊരു വിശ്വസ്തതയാണ്. അത് നമ്മൾ പട്ടിണി കിടന്നിട്ട് കടമ കഴിച്ച് തീർക്കാനുള്ള ഒന്നല്ല എന്ന രണ്ടാമത്തെ പോയിൻ്റ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഗുണപാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും എന്ന തത്വം, പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന തത്വം ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷമ, സ്വബർ, അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്ഷമിക്കാനും സഹിക്കാനും പിടിച്ചു നിർത്താനുമുള്ള പരിശീലനം നോമ്പിലൂടെ സാധ്യമാകുന്നു. നോമ്പ് തന്നെ ഒരു സ്വബറാണ്, സ്വബറിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് നോമ്പ് എന്നത് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ഉദാഹരണം കൂടിയാണ് നോമ്പ്, ഒരു ക്ഷമയുടെ ഉദാഹരണമാണ്. കാരണം ഇതിൽ നിന്നൊക്കെ ക്ഷമിക്കുന്നുണ്ട്. അനുവദിക്കപ്പെട്ടതിനെ മാറ്റി നിർത്തി നമ്മൾ ക്ഷമ അവലംബിക്കുകയാണ്, തിന്നാതെയും കുടിക്കാതെയും മറ്റാഗ്രഹങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യത്തെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, കണക്കില്ലാത്ത പ്രതിഫലം ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് സഹനം പാലിച്ചുകൊണ്ട് ഒരാൾ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിന് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ അതൊരു കേവലം ചടങ്ങായി നിർവഹിച്ചു പോകാനുള്ളതല്ല എന്നും അതിൻ്റെ ആത്മാവ് തൊട്ട് നിർവഹിക്കാൻ അതിലൂടെ കൽപ്പിക്കപ്പെട്ടതും പഠിപ്പിക്കപ്പെട്ടതും നമുക്ക് ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പോഴാണ് നോമ്പിൻ്റെ ഹൃദയത്തെ നമുക്ക് തൊടാനും നോമ്പ് നമ്മുടെ ഹൃദയത്തെ തൊടാനും കഴിയുന്നൊരു വിധത്തിലൂടെ ആവുമ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഈ ലോകത്തും പരലോകത്തും അറ്റമില്ലാത്ത പ്രതിഫലത്തിൻ്റെ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ ആ ഒരു പദവിയിലേക്ക് നോമ്പ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. അല്ലാഹു അത്തരത്തിലുള്ള നോമ്പുകാരിൽ നമ്മളേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.